നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് പൊതുവെ ഒരു ആക്ഷേപമുണ്ട്. മുൻപിൻ നോക്കാതെ തുറന്നങ്ങ് പ്രതികരിക്കും. വരും വരായികളെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല എന്ന്. എന്നാൽ ആ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. പെട്ടെന്നൊരു ദിവസമാണ് മലയാള സിനിമയിൽ നിന്നും സുരേഷ് ഗോപി പിന്നോട്ട് പോയത്. പിന്നീടൊരിക്കൽ പറയുകയുണ്ടായി, പെട്ടെന്ന് താൻ ഇങ്ങനെയായത് സ്വയം എടുത്ത തീരുമാനമല്ല, ചിലരൊക്കെ ചേർന്ന് തന്നെ ഒതുക്കിയതാണെന്ന്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തനിക്ക് 70 വയസ്സാകട്ടെ ആ സമയം വരെയും മലയാള സിനിമയിൽ താൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അതിന് കാരണക്കാരായവരെയും കുറിച്ച് അപ്പോൾ പറയാമെന്ന്. അല്ലാതെ ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഈ സമയത്തൊക്കെ തന്നെയാണ് ദിലീപ് മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയതും എല്ലാവരെയും ദിലീപ് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നു എന്ന വാർത്ത പതുക്കെ പുറത്തു വന്നു തുടങ്ങിയതും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ദിലീപാണ് സുരേഷ് ഗോപിയെ ചുരുട്ടിക്കുട്ടി ഒരു മൂലയ്ക്കാക്കിയതെന്ന്. പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അയാൾ അത്രയ്ക്ക് വകതിരിവില്ലാത്ത ആളൊന്നുമില്ല എന്ന് തന്നെയാണ്. ആയിരുന്നുവെങ്കിൽ 70 വയസ്സ് വരെ സിനിമയിൽ ഉണ്ടെങ്കിൽ, അതും ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രം ഇക്കാര്യം അപ്പോൾ പറയാമെന്ന് ആരും പറയില്ലല്ലോ. ഈ നിലപാട് തന്നെയാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രദർശനാനുമതി പ്രശ്നത്തിനും സുരേഷ് ഗോപി എടുക്കുന്നത്. ഇതൊരു ബുദ്ധിപരമായ നിലപാട് തന്നെയാണ്. മിണ്ടിയാൽ അച്ഛൻ അമ്മയെ തല്ലും, മിണ്ടിയില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും എന്ന അവസ്ഥയിലാവുന്ന എല്ലാ സമയത്തും സുരേഷ് ഗോപി ഇങ്ങനെ മൗനം പാലിക്കും. സെൻസർ ബോർഡിനെതിരെ പ്രതികരിച്ചാൽ മന്ത്രിസ്ഥാനം ഒരു തലവേദനയാകും. അതേസമയം സിനിമയ്ക്കെതിരെ പ്രതികരിച്ചാൽ പിന്നെ എല്ലാ കാലവും തനിക്ക് അറിയുന്ന ഒരേ ഒരു സംഭവമായ സിനിമ കിട്ടാക്കനിയാവും. വിനയനും തിലകനും അടക്കമുള്ള പല മുൻകാല സിനിമ സഹപ്രവർത്തകരും ഇതിന് സുരേഷ് ഗോപിക്ക് മുൻപ് തെളിവായിട്ടുണ്ട് താനും. അപ്പോൾ പിന്നെ ഉള്ള ഒരേ ഒരു വഴി മൗനം വിദ്വാനുഭൂഷണം എന്ന് കരുതുക തന്നെയാണ്. മുൻപ് എമ്പുരാൻ പ്രശ്നം കത്തി നിന്നപ്പോഴും സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു മൗനവ്രതത്തിൽ തന്നെയായിരുന്നു. അപ്പോഴും ഇതേ പ്രശ്നത്തിൻ്റെ സുരേഷ് ഗോപി നേരിടേണ്ടി വന്നു. തൻ്റെ സുഹൃത്തായ മോഹൻലാലിനെ കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിന് മറക്കേണ്ടിയും വന്നു. അതിൻ്റെ പ്രധാന കാരണം സുരേഷ് ഗോപിക്ക് ഒന്നും പറയാനില്ലാതിരുന്നതല്ല. നേരത്തെ മുതൽ സുരേഷ് ഗോപി പാലിച്ചു കൊണ്ടിരുന്ന പ്രാക്ടിക്കൽ ചിന്ത കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ ഇപ്പോഴുള്ള ഈ വിഷയത്തിൽ, അതും താൻ അഭിനയിച്ച ഒരു സിനിമ കോടതി വരെ കയറി ഇറങ്ങിയ സമയമായിട്ടും ഇപ്പോഴും അദ്ദേഹം നിശബ്ദത പാലിക്കുന്നത് കുറച്ച് ബേജാറുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായ വിലക്കാണോ ഈ വായ് മൂടിക്കെട്ടില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നെന്ന് സാരം. അതും തൻ്റെ ചോറാണ് സിനിമയെന്ന് പലവട്ടം ഇരുന്നും നടന്നുമൊക്കെ പറഞ്ഞിട്ടുള്ള നടൻ ആ ചോറിന് മുൻപിൽ മറ്റുള്ളവർ മണ്ണ് മാന്തിയിടുന്നത് കാണുമ്പോഴും നിശബ്ദനായിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെയാണ്. അതും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ആളെ സ്ഥിതിക്ക് പ്രത്യേകിച്ചു. സത്യം പറഞ്ഞാൽ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാട് പ്രശംസനീയമാണ്. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ അതിലെ പല ഭാഗങ്ങളും ഇത്തരം ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ മൂലം കട്ട് ചെയ്യേണ്ട സ്ഥിതിയുണ്ടായി. ആരെയൊക്കെ പേടിച്ചിട്ടാണ് കലാകാരന്മാർ ഇപ്പോൾ ഒരു കലാസൃഷ്ടിക്ക് രൂപം നൽകേണ്ടത്? അദ്ദേഹം പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും പേരും ഒടുവിൽ കലാരൂപവും എന്ന നിലയ്ക്കായിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു കലാസൃഷ്ടി അത് ഏതുമായിക്കോട്ടെ, അത് സൃഷ്ടിക്കുന്ന ആളുടെ മനസ്സാണ്. അയാൾക്ക് സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങളാണ് അയാൾ ആ സൃഷ്ടിയിലൂടെ വ്യക്തമാക്കുന്നത്. അതിന് നിരന്തരം ഇങ്ങനെ തടസ്സം നേരിടേണ്ടി വന്നാൽ ഒരു വലിയ തലമുറയെ തന്നെ അത് നിശബ്ദമായിക്കൊണ്ടിരിക്കുന്ന ഒന്നായി മാറും എന്ന കാര്യം തീർച്ചയാണ്.